പേര് തെസ്നി മുനീർ, സ്ഥലം അത്തോളിക്കടുത്ത് കൂമുളി സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് മാക്സ് ന്യൂയോർക്ക് ലൈഫ് എന്ന് പറയുന്ന ഇൻഷുറൻസിൽ അഡ്വൈസറായിട്ട് ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെറ്റിനറിയിൽ പാർട്ട് ടൈമറായിട്ട് ഒരു 3 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഞാനിപ്പോ മാറിക്കൊണ്ട് MI ലൈഫാണ് ഇപ്പം ഫുൾ ടൈം കരിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് നമുക്കറിയാം ഒരു മാസം അവസാനം ആകുമ്പോഴേക്കും ഇതിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ ഇത്ര ഡെത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ വാഹന ഇൻഷുറൻസ്, മണി ബാക്ക് പോളിസി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ ടാർഗറ്റിൽ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം അവസാനം ആകുമ്പോഴേക്കും മേലെ നിന്ന് നമുക്ക് പ്രഷർ ഉണ്ടാവും. അപ്പം ലേഡീസ് ആണ്, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാണ്, കുട്ടികളുടെ കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള് എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെൻഷനാണ്. അപ്പൊ ഞാൻ നിരന്തരം ഇങ്ങനെ പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് ഹസ്ബൻഡിനോട് ഈ വിഷയം സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിർത്തിയ, നമുക്ക് വേറെ പണി എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതവിടെ നിർത്തി. പിന്നെ ഞാൻ വെറ്റിനറിയിൽ കയറിയ സമയത്ത് ഈ സെമൻ വരുന്ന സമയത്ത് നമ്മളൊരു 6:45 7 മണിയാകുമ്പോൾ പോണം. അത് എപ്പോഴാ വരികയെന്ന് നമുക്ക് നിശ്ചയമില്ല. കാരണം ഓരോ സെന്ററിൽ എത്തിയിട്ട് നമ്മളെ സെന്ററിൽ എപ്പോ എത്തും എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ടൈമിന് അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ അവിടെ ഇല്ലാതെ പോയാല് അവര് നമുക്ക് ഈ സെമൻ തരില്ല, അവര് അടുത്ത സെന്ററിലേക്ക് പോകും. അപ്പൊ അതങ്ങാനും മിസ്സായി കഴിഞ്ഞാല് നമ്മളെ ചെലവില് നമ്മളാണ് അതിന്റെ ഫുൾ എക്സ്പെൻസ് എടുത്തുകൊണ്ട് അത് എവിടെ നിന്നാണോ കിട്ടുക അവിടെ പോയിട്ട് വണ്ടി വിളിച്ച് വാങ്ങിക്കൊണ്ടേണ്ട ഉത്തരവാദിത്തം നമ്മളത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് മക്കളെ കാര്യം, രാവിലെ മദ്രസയിൽ പോകേണ്ട കാര്യം, വീട്ടിലാണ് ഹസ്ബൻഡിന്റെ വാപ്പന്ന് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പാണ്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു ഞാൻ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നും ഞാൻ എൻ്റെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഞാൻ വിട്ടുനിന്നു. ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ചെയ്ത 2 ജോലിയിൽ ഉണ്ടായ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഈ MI ലൈഫിൽ വന്ന സമയത്ത് നമുക്ക് നമ്മളെ ഫ്രീ ടൈമിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾ എന്നോട് പ്രതികരിക്കണേ. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഞാനൊരു LKG സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് കുറവാണ്. കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ ഹസ്ബൻഡാണ് ഈ ഒരു ബിസിനസ്സിൽ ആദ്യ പാഠങ്ങൾ അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള എഫേർട്ട് മുഴുവൻ എടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹം ZDC റാങ്കിൽ നിന്നാണ് പിന്നെ ഖത്തറിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത്. അപ്പൊ അതുകൊണ്ടല്ല, നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ അവരെ പോലുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഞാനൊരു മോട്ടിവേറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല. അപ്പൊ എന്നിൽ നിന്ന് കിട്ടാവുന്ന വളരെ ചെറിയ എൻ്റെ ഈ ഒരു 1.5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നോട് ലൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണേ. അപ്പൊ പറഞ്ഞു വന്നത്, ഇൻഷുറൻസ് അഡ്വൈസർ ആയിരുന്ന സമയത്ത് നമുക്ക് മേലൊന്ന് പ്രഷർ ഉണ്ടായിരുന്നു. വെറ്ററിനറിയിൽ നമുക്ക് ടൈം പങ്ക്ച്വാലിറ്റി, ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. അങ്ങനെ ഞാൻ വേറൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇനി നീ ഒരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് MI ലൈഫ് സ്റ്റൈൽ മാത്രമായിരിക്കും. ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കാത്ത ഒരാള് അന്നാണ് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അപ്പോഴും ഞാൻ എന്തോ ടെൻഷന്. കാരണം ഞാൻ എന്ത് ആഗ്രഹിച്ചോ അതൊക്കെ നേടിത്തരാൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഹസ്ബൻഡിന് കിട്ടിയത് തന്നെയാണ് എൻ്റെ ഇന്നത്തെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത്, ഇതെന്തിനപ്പൊ ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്താൽ പോരെ, 2 ആളും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. കാരണം ഞാൻ ഒരൊറ്റ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും പങ്കെടുക്കില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വാപ്പ കിടപ്പിലാണ്, ചെറിയ കുട്ടികളാണ്. കല്യാണത്തിനോ മരണത്തിനോ മാത്രം ഞാൻ വീട്ടിൽ നിന്ന്, അതും വീട്ടില് ഏട്ടത്തിയമ്മമാരെ ആരെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പുറത്ത് പോകുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് മാത്രമാണ് ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നേരത്തെ എൻ്റെ ഹസ്ബൻഡിന്, ഞങ്ങളെ കൂമുള്ളി അങ്ങാടിയില് കടയായിരുന്നു, ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്റ്റേഷനറി, കൂൾബാർ, അങ്ങനെയുള്ള 2 കട ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം രാവിലെ ചായ കുടിക്കുന്നത് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്, രാത്രിയിൽ ഫുഡ് ഒരുമിച്ചാണ്. എന്തിനധികം പറയുന്നത്, ഫുൾ ടൈം വീടുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ചായ കുടിക്കാൻ കിട്ടുന്നില്ല, ചോറ് തിന്നാനും ഇല്ല, രാത്രി ലേറ്റ് ആയിട്ട് വരുന്നു.
അപ്പൊ സ്വാഭാവികം നമ്മൾ ആരായാലും ഒന്ന് ദേഷ്യപ്പെടും, ഈ ബിസിനസ്സിനെ എതിർക്കും. കാരണം എന്താണ് ഈ ബിസിനസ് എന്ന് അറിയുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഈ ബിസിനസിന്റെ ഇതേപോലെ നേരത്തെ 1-2 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്റെ ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. അജന്ത എന്ന് പറഞ്ഞൊരു സ്കീം, അതേപോലെ തന്നെ നിറപറ എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് സിസ്റ്റം തന്നെയാണ്. ആ സമയത്തൊക്കെ തന്നെ നമ്മളെ പൈസയും അല്ലെങ്കിൽ നമ്മളെ സമയവും ഒരുപാട് നഷ്ടപ്പെട്ടു എന്നല്ലാതെ 1 രൂപ പോലും നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാനും അല്ലെങ്കിൽ ഹസ്ബൻഡും തുടക്കത്തിൽ ഇത് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതിലുള്ള ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂര്, എറണാകുളത്ത് ലീഡേഴ്സ് ഉണ്ട്. അവര് ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്, അവര് കാറ് വാങ്ങിയിട്ടുണ്ട്, ആഴ്ചയിൽ നല്ല വരുമാനം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും പ്രോഗ്രാമിൽ നമ്മൾ പോകുന്നതല്ലാതെ നമുക്ക് ഇവരായിട്ട് യാതൊരു പരിചയവും ഇല്ല, ഒരു ബന്ധവും ഇല്ല. പ്രോഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അജന്തയിൽ എനിക്ക് തോന്നുന്ന 1-2 പ്രോഡക്റ്റേ ഉള്ളൂ. അത് നമുക്ക് സെയിലാക്കാൻ പറ്റിയ പ്രോഡക്റ്റും അല്ലായിരുന്നു. പിന്നെ നിറപറ ഒരു ഫുഡ് സപ്ലിമെന്റ് തന്നെ, പക്ഷെ ഇതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിനെ ഇതിന് ശക്തമായിട്ട് എതിർത്തത്. അപ്പൊ ഇതിൽ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ലൈഫിന്റെ ഒരു പ്രത്യേകത, നമ്മളെ ലീഡേഴ്സ് എല്ലാം തന്നെ നമ്മളെ ആ ഒരു ഏരിയയിലുള്ള ആളുകളാണ്, നമ്മളെ അടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകളാണ്. അപ്പൊ നടുവണ്ണൂര് ബിജു സാറുണ്ട്, ശൈലജ സാറുണ്ട്, അതുപോലെ തന്നെ ബെൽനി സാറ് താമരശ്ശേരി, പിന്നെ അതേപോലെ തന്നെ അയ്യൂബ് സാറ് കൊടുവള്ളി, അതേപോലെ ഉള്ളിയേരി ശ്രീജി ശ്രീധർ സാറ്, അങ്ങനെയുള്ള നമ്മളെ അയൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ബിസിനസ്സിലൂടെ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കാണാനും അവരെ എക്സ്പീരിയൻസ് കേൾക്കാനും അവരെ വീട് വേണമെങ്കിൽ പോയി കാണാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അത് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ടൂളായിട്ട് കണ്ട്. പിന്നെ ഞാൻ 1-2 ട്രെയിനിങ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇത് കൊള്ളാന്ന് തോന്നി. അപ്പൊ നേരത്തെ ഞങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെയ്തതിന്റെ ഭാഗമായിട്ടൊരു ഞങ്ങളുടെ അയൽവാസിയായിട്ടുള്ള മധുലാൽ സാറിനെ ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതുപോലെ കുറച്ച് ഇതിന്റെ പുറകെയൊക്കെ നടന്ന് പിന്നെ അത് വിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് അത് ഒഴിവാക്കി. പിന്നീടാണ് ഈ മധുലാൽ സാർ വഴിയാണ് ഈ ഒരു മൈ ലൈഫിൽ ഞങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പൊ ഈ മധുലാൽ സാറ് ഒരു ചാമ്പിത്തൈലുമായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. എന്റെ അമ്മയ്ക്ക് മുട്ടുവേദനയ്ക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. മുനീർ, എന്റെ ഹസ്ബൻഡിന്റെ പേര് മുനീറാണ്. ഇവര് രണ്ടാളും ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ മധുലാൽ സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കേറി ഇടപഴകുന്ന സ്വഭാവമല്ല. ആരോട് സംസാരിക്കില്ല, ആൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രമേ സംസാരിക്കൂ. എന്നാൽ മുനീർ, അത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളോടും സംസാരിക്കും. എവിടെ പോയാലും അദ്ദേഹത്തിന് ഒരു പരിചയക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മധുലാൽ സാറ് വന്നിട്ട് ഈ ഒരു ചാമ്പിത്തേലം തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അമ്മയ്ക്ക് മുട്ടുവേദനയ്ക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മുട്ടുവേദന ഉണ്ടായിരുന്നില്ല, വെരിക്കോസിന്റെ, കടയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വെരിക്കോസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അദ്ദേഹം പൈസ ഒന്നും മേടിക്കാതെ വീട്ടിൽ വെച്ച് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ, നീ അത് ഉപയോഗിച്ചോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉപയോഗിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആ ക്യാഷ് കൊടുത്തു. അന്ന് ക്യാഷ് മേടിക്കാതെയാണല്ലോ പോയത്. പിന്നെ അദ്ദേഹം നിരന്തരം രാവിലെ വരുന്നു, പിന്നെ കോളിംഗ് ബെല്ലിൽ അടിക്കുന്ന സമയത്ത് ഇന്നലെ ബെല്ലി സാർ പറഞ്ഞില്ലേ, അപ്പൊ ചെറിയ കുട്ടിയുണ്ട്, അത് ഉറങ്ങുന്നു, അപ്പൊ ആകെ ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ എന്താണ് ഈ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഹസ്ബൻഡ് കോഴിക്കോട് GTS പങ്കെടുത്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഡോക്ടർ DB അനന്തനാരായണ സാറ് നേരിട്ട് നടത്തുന്ന ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എറണാകുളത്തായിരുന്നു ആ ഒരു ട്രെയിനിങ്. ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല അദ്ദേഹം അവിടെ. അത് ലീഡേഴ്സിന്റെ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ നമ്മളെ ടീമെന്നല്ല, അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം നേരത്തെ 2 ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് എന്താണ് ഇതെന്നും ഈ പ്രോഡക്റ്റ് എന്താണ്, ഇത് ആളുകൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ, ഞാൻ ഇതിൽ പെട്ടുപോകുമോ എന്നുള്ള അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുത്തു. 2000 രൂപയാണ് വരുന്നത്. ബിസിനസ്സിലല്ല, നമുക്കത് ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് കരുതി അദ്ദേഹം പോയി. ആ കാര്യങ്ങളൊക്കെ സാറിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാനും പിന്നെ അവരോട് ആ ടീമിനൊപ്പം ചെലവഴിക്കാനൊക്കെ സമയം, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഒരു ബിസിനസ്, ഈ പ്രോഡക്റ്റിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇത് ഉപയോഗിക്കാം, ആളുകൾക്ക് കൊടുക്കാം, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും പിന്നെ നല്ല പോസിറ്റീവായിട്ട് തന്നെ എന്നോട് സംസാരിച്ചു. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്യുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. കാരണം അറിയാം ഞാൻ സമ്മതിക്കില്ല.
അങ്ങനെ ഒരു ദിവസം കോഴിക്കോട് പോകാന്ന് എന്നോട് പറഞ്ഞു. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും മാളുകളിലൊക്കെ ഓഫർ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും വരുന്ന സമയത്ത്. അപ്പൊ അന്ന് പുള്ളിക്കാരൻ പൊതുവെ വിളിച്ച് ചോദിക്കും വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന്. അന്നൊന്നും ചോദിച്ചതുമില്ല. പക്ഷെ വരുന്ന സമയത്ത് ഒരു കാർഡ്ബോർഡിന്റെ പെട്ടി ഷോൾഡറിൽ ഏറ്റിക്കൊണ്ടാണ് വന്നത്. ഞാൻ ലേറ്റായി മീൻസ് അങ്ങനെ ഒരു 8-9 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി. ഞാൻ കരുതി എന്തോ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചതായിരിക്കും. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണെങ്കിൽ അത് ഡൈനിങ് ടേബിളിൽ വെക്കും. ഞാനും മക്കളും അത് ഓപ്പൺ ആക്കി നോക്കും. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുക്കും. പക്ഷെ ഇത് നേരെ കട്ടിലിന്റെ ചോട്ടിലോട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അത് കട്ടിലിന്റെ ചോട്ടിൽ മാറ്റി വെച്ചത്? അതെന്താ സാധനം എന്താ അത്? അതൊന്നുമില്ല, അത് മധുവിന്റെ കുറച്ച് പ്രോഡക്റ്റ് അല്ല, മധുവിന്റെ കുറച്ച് മരുന്നുകളാണ്. അത് അവിടെ നിന്നോട്ടെ, നിങ്ങൾ എടുക്കൊന്നും വേണ്ട. അത് അവന് എപ്പോഴാണോ കൂടുന്നത് അന്ന് വന്ന് എടുത്തോളും. അത് വണ്ടിയിലിരുന്ന് ചീറ്റാണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത് അകത്ത് വെച്ചാന്ന് പറഞ്ഞു. ആള് രക്ഷപ്പെട്ടു. പിന്നെ നിരന്തരം ആള് ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മളെ പേസ്റ്റ് മാറ്റുന്നു. ഞങ്ങളോ നേരത്തെ കോൾഗേറ്റ്, ക്ലോസപ്പ് എന്താണോ നമുക്ക് കിട്ടുന്നത് അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ഹെർബൽ പേസ്റ്റ് എടുക്കുന്നത്, പല്ല് തേക്കുന്നത്, ഞങ്ങളോട് റിവ്യൂ ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് നമ്മളെ പേസ്റ്റ്, എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലേ, നല്ല പേസ്റ്റ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ആള് സോപ്പ് എടുക്കുന്നത്, സ്കിന്നിലെ പ്രശ്നങ്ങൾ ഈ ചുളിവ് അത് നമ്മൾ ഈ ചൊറിയുന്ന സമയത്തൊക്കെ ഈ സ്ക്രാച്ചസ് ഒക്കെ മാറാൻ സഹായിക്കും. നമ്മൾ നീം സോപ്പ് എടുക്കുന്നത്, തേക്കുന്നത്. പിന്നെ നമ്മളെ ഓരോ പ്രോഡക്റ്റും, പിന്നെ അതിലെടുത്ത് പറയണത് കവചപ്രാശം. അപ്പൊ ഈ കൊറോണ സമയത്ത് നമ്മളെല്ലാരും കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്കയും അതുപോലെ തന്നെ ഇഞ്ചി, അങ്ങനെയുള്ള മഞ്ഞൾ, ഇതെല്ലാം നമ്മൾ അരച്ച് കലക്കി കുടിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ശവനപ്രാശം കഴിക്കണമെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും എന്റെ കുട്ടികളും ഇഷ്ടമില്ലാണ്ട് പോലും അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞങ്ങളും കഴിക്കാൻ തുടങ്ങി കവചപ്രാശം. അപ്പൊ ഏകദേശം എനിക്ക് പിടികിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ മധുവിനെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഒരു 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. കുഴപ്പമില്ല, ബിസിനസ് ഒന്നും ചെയ്യണ്ട, നമുക്ക് വാങ്ങി ഉപയോഗിക്കാലോ, എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളല്ലേ. ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ കവചപ്രാശം കഴിച്ചു. കൊറോണ വരാതിരിക്കാനാണ് കവചപ്രാശം നമ്മൾ കഴിച്ചത്. അതിന്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു അലർജി, തുമ്മല്, മൈഗ്രെയിന്റെ പ്രശ്നം, തലവേദന, അതേപോലെ എന്താ പറയാ, പുറത്ത് പോയാൽ എനിക്ക് വല്ലാത്ത പ്രശ്നമായിരുന്നു. വാഹനത്തിന്റെ പുക, അതുപോലെ സിഗരറ്റിന്റെ സ്മെല്ല്, ഇതൊക്കെ എന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങള് ടൂറൊക്കെ അല്ലെങ്കിൽ ഒന്ന് കോഴിക്കോട് വരെ പോവുകയാണെങ്കിൽ ഞാൻ പോകുമ്പോ ഒക്കെയാണ്, തിരിച്ചു വരുമ്പോ ഞാൻ ആകെ ഒരു സൈലന്റ് മൂഡിലായിരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റ് പറ്റൂല, സൗണ്ട് പറ്റൂല, ആകെ ഒരു പ്രശ്നം. അങ്ങനെയുള്ള ഒരു ആളായിരുന്നു ഞാന്. ദൂരയാത്ര എന്ന് പറയുമ്പോ തന്നെ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഞാന് ഈ കവചപ്രാശം മാത്രമേ കഴിച്ചുള്ളൂ. കൊറോണ സമയം നമ്മൾ മൊത്തത്തിൽ ലോക്കാണല്ലോ. ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ കവചപ്രാശം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഈ തുമ്മലുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റാല് ഈ ചെറുളത്തൊക്കെ വരുന്ന സമയത്ത് കുറച്ച് തുമ്മിയതിന് ശേഷം വേറെ എന്തേലും പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ ഈ തുമ്മല് കാണുന്നില്ല, തുമ്മലില്ല എനിക്ക്. പിന്നെ അതേപോലെ തന്നെ മൈഗ്രെയിന്റെ പ്രശ്നവും ഇല്ല. പിന്നെ ഉള്ളത് അലർജി, എന്ത് പൊടി അലർജി വല്ലാത്ത പ്രശ്നമായിരുന്നു. അത് നമ്മൾ ഈ വണ്ണാത്തം അടിച്ച് വീടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് മുഖത്ത് ഇങ്ങനെ ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, അത് മറ്റൊന്നല്ല, നമ്മൾ ഈ കവചപ്രാശം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ എന്ന് എഴുതി ഞാൻ എന്റെ 1-2 അത് അറിയണമല്ലോ, ഇതെനിക്ക് മാത്രമുള്ള റിസൾട്ട് കൊണ്ട് കാര്യമല്ല. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഇതൊന്ന് റെക്കമെൻഡ് ചെയ്ത്. ഒരാൾക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ഈ മഞ്ഞുകാലം മഴക്കാലം ആകുമ്പോഴേക്കും മരുന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തപ്പോ അവള് പറഞ്ഞു 1.5 ബോട്ടിൽ കഴിക്കുമ്പത്തിന് നല്ല മാറ്റമുണ്ട്. ഈ പ്രാവശ്യം ഞാൻ മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പൊ അത് കേട്ടതോട് കൂടി എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്താ, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വെറും പണം മാത്രമല്ല ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ആളുകള് എന്താ പറയാ കാലങ്ങളോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ അസുഖങ്ങൾ മാറുന്നുമില്ല, ഇതിങ്ങനെ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ 1-2 ആളുകൾക്ക് കൊടുത്ത സമയത്ത് നല്ല റിസൾട്ട്.
കുട്ടികൾക്കൊക്കെ കൊടുത്ത സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നില്ല, മഴ നനഞ്ഞാലും വെയിലേറ്റാലും ഒന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ ഹസ്ബൻഡിനെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് പല രീതിയിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് ഞാൻ എത്ര കണ്ട് പോസിറ്റീവ് ആണോ ഈ ഒരു ബിസിനസ്സിൽ, അതിന്റെ ഡബിൾ നെഗറ്റീവ് ആയിരുന്നു അന്നത്തെ ഞാൻ. പക്ഷെ ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ നിർബന്ധിച്ചാണ് അദ്ദേഹം 1-2 ട്രെയിനിങ്ങിൽ കൊണ്ടുപോയത്. ആ സമയത്ത് ഇതിന്റെ സാധ്യത മനസ്സിലായപ്പോഴാണ് ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പം ഇതാണ് നിലവിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് റിസൾട്ട്, എല്ലാ ആളുകളും പറയും പോലെ തന്നെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് ന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത്. പിന്നെ നമുക്ക് അദ്ദേഹം ഇപ്പോ ഖത്തറിൽ പോയിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്നെ പോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൽ നമുക്ക് ലേഡീസിനാകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ജെൻസിനെ പോലെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ അതുമല്ല നമുക്ക് ലേറ്റ് ആയിട്ട് വരാൻ പറ്റില്ല, കുട്ടികളെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒരുപാട് വിഷയമുണ്ട്. അപ്പൊ എനിക്ക് പറ്റുകയാണെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു 3 വർഷത്തെ എഫേർട്ട് അല്ലെങ്കിൽ സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ അത് ഞാൻ കാരണം അത് നിലച്ചു പോകരുത് എന്നുള്ളൊരു ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. കാരണം അദ്ദേഹം ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് പ്ലാൻ പോലും ഒരാളോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ LKG UKG പഠിക്കാതെ സ്റ്റാൻഡേർഡിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ ZDC റാങ്ക് വിളിക്കുമ്പോൾ സ്റ്റേജിൽ കയറും, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. കാരണം ആദ്യം ഉണ്ടായിരുന്ന ഒരു കഴിവെന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടുമായിരുന്നു, സ്റ്റേജിൽ കയറുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്റ്റേജിൽ കയറുന്നത് ഒരു വിഷയമല്ലായിരുന്നു. 4ാം ക്ലാസ് മുതൽ സ്കൂളിലായാലും മദ്രസയിലായാലും പാട്ട് പാടുന്നതിന് കൊണ്ട് സ്റ്റേജ് കയറാൻ, മൈക്ക് പിടിക്കാൻ ഒക്കെ. അങ്ങനെ ഞാൻ ഈ ഒരു എൻ്റെ അസോസിയേറ്റിന്റെ കൂടെ നടന്നു, അല്ലെ എൻ്റെ ലീഡേഴ്സിന്റെ കൂടെ നടന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്ലാൻ പറയാനും അതുപോലെ തന്നെ ID രജിസ്റ്റർ ചെയ്യാനും പിന്നെ KYC ചെയ്യാൻ, അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഈ ബിസിനസ്സിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ അസോസിയേറ്റിന്റെ അല്ലെങ്കിൽ എൻ്റെ ലീഡേഴ്സിന്റെ കൂടെ നടന്നതിന്റെ ഭാഗമായിട്ടാണ്. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായ സമയത്ത് ഞാൻ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മൾക്ക് കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിലും നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചു പോകാനായിട്ട് സാധിക്കും. എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു STC എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഞാനൊരു ലേഡിയാണ്, ഹസ്ബൻഡ് പുറത്താണ്. അപ്പൊ ഞാൻ ലീഡേഴ്സിന്റെ കൂടെ എങ്ങനെ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ പറയാനും, പക്ഷെ പറഞ്ഞപാട് നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊന്നും നോക്കാതെ ഞാൻ നിരന്തരം പ്ലാൻ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ആളുകളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ കോൺഫിഡന്റ് കൂടി. കാരണം ഞാൻ ഒരു ZDC ലീഡറാണ്, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1-2 മാസം കൊണ്ട് എനിക്ക് STC എന്ന റാങ്ക് പിടിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ്, നമ്മൾ സത്യമാഷ് പറയുന്ന ഒരു വാക്ക് ഞാനിപ്പോ കടമെടുക്കാണ്, നമ്മൾ എവിടെ ജനിച്ചു എന്നതല്ല, നമ്മൾ എവിടെ വളരുന്നു അതിനാണ് കൂടുതൽ പ്രസക്തി ഉള്ളത്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഞാൻ എത്തിപ്പെട്ടത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും, ഞാൻ ഈ കുട്ടിക്കാലത്തെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ആളായിരുന്നു. അത് ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ തോന്നും ഇപ്പൊ STC ആയിട്ട് തള്ളലാണ് എന്ന്. അല്ല, നിങ്ങളെല്ലാവരും ഞാനൊരു 10-25 വർഷം പുറകിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ ആണോ? ഓക്കെ ആണ്? എല്ലാരും ഒന്ന് ലൈക്ക് ഇട്ടേ. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് നമുക്കറിയാം, നമ്മളെ മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് രാത്രിയിലൊക്കെയാണ് മദ്രസ ഉണ്ടായിരുന്നത്. ഇതില് മദ്രസയിലൊക്കെ രാത്രിയിൽ പോയ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ മദ്രസയിൽ നമ്മള് രാത്രി, അന്ന് പവർ കട്ട് ഈ ഉള്ള സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് കൂടെ ഒരു മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുണ്ടാവും. അവന്റെ ഒരു നേതൃത്വത്തിലാണ് നമ്മളെല്ലാരും മദ്രസയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ കറണ്ട് പോകുന്ന സമയത്ത് ഇവര് നമ്മളോട് എന്ത് പറയും, ഇല്ലാത്ത കഥകളൊക്കെ പറയും. പള്ളീന്റെ അടുത്ത് എത്തുമ്പോൾ പറയും ഇവിടെ ജിന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്പലത്തിന്റെ അടുത്ത് എത്തുമ്പോൾ പറയും ഇവിടെ പ്രേതമുണ്ട്, അങ്ങനെ നമ്മളെ പേടിപ്പിക്കും. അപ്പൊ എന്തായാലും ഇവൻ പറയുന്ന കള്ളത്തരം എന്താണോ അത് കേട്ട് ഇവന്റെ കൂടെ തന്നെ അങ്ങ് പോകും. കാരണം എന്താ, നമുക്ക് വീട്ടിലെത്തണ സമയം രാത്രിയാണ്, ടോർച്ച് ഉണ്ടാവും കയ്യിൽ, എന്നാലും ഒരു കൂട്ട് വേണമല്ലോ.
അപ്പൊ ഇങ്ങനെയായിരുന്നു മദ്രസയിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ കുട്ടിക്കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇവിടെ എന്റെ ഫാമിലി, എന്റെ ഉമ്മാക്ക് ഞാനൊരു മോള് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞാല് ഒട്ടുമിക്കതും ആ ഒരു ഏരിയയിൽ അന്ന് ആൺകുട്ടികളാണ് ഉണ്ടായത്. ഞങ്ങൾ 1-2 ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ കൂട്ടം കൂടി നടക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. ഈ വേനലവധി 2 മാസം വരുന്ന സമയത്ത് നമ്മള് മൊത്തത്തില് സ്കൂളില്ല, മദ്രസ മാത്രല്ലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഞാൻ ഒരു ദിവസം കളിക്കാനൊക്കെ ആയിട്ട് എന്റെ ഫ്രണ്ട്സിനെ സമീപിച്ച സമയത്ത് ഇവര് ഒരു ചെറിയ എന്താ പറയാ മിഠായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിണ്ടാവും. ഇപ്പൊ അത് കാണാൻ സാധിക്കില്ല. മുമ്പേ ഒക്കെ നമ്മള് സാരിയൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ച് ഒരു ചെറിയൊരു കട പോലെ ഉണ്ടാക്കിയിട്ട് മിഠായിയും അവിടെ എന്താ പറയാ കച്ചവടം തുടങ്ങിയ ചെറിയ കുട്ടികള് വെക്കേഷൻ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവരിങ്ങനെ ഞാൻ കളിക്കാൻ പോയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് ഇവരാരും കളിക്കാൻ വരുന്നില്ല. ഇവര് കച്ചവടത്തിന്റെ ഇതിലാണ്. ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന സമയത്ത് കുട്ടികൾ വരുന്നുണ്ട്, മിഠായി വാങ്ങിക്കുന്നുണ്ട്, പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ച് കുറേ സമയം നിന്നു. അപ്പൊ എനിക്ക് എല്ലാരെയും മിസ് ചെയ്യും. ഇവരാരും കളിക്കാൻ വരുന്നില്ല, എല്ലാവരും കച്ചവടത്തിന്റെ ചൂടിലാണ്. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇവരെല്ലാരും ഇപ്പം കച്ചവടം ചെയ്യുന്നുണ്ട്, എനിക്കും അതുപോലെ ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു 4-5 ക്ലാസ് പഠിക്കുന്ന സമയത്താണേ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ. കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് ഇല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു ടീമാണ് കൊയിലാണ്ടി എന്ന് പറഞ്ഞാല്. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഈ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് എന്റെ പേരൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകുടുംബമാണ്, കൊയിലാണ്ടിയൊക്കെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതൊന്നും പെൺകുട്ടിയൊക്കെ പറഞ്ഞ പണിയല്ല, ഇതൊക്കെ ആൺകുട്ടികളുടെ പണിയാണ് കച്ചവടമൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് എന്തായാലും ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടും ഇല്ല. നമുക്ക് ആകെയുള്ള ഒരു മുതല്, നമ്മുടെ കൈ മുതൽ എന്ന് പറയുന്നത് നിലവിളിക്കുക, കരയുക, കച്ചറ ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് സാധിക്കൂ. അത് ഞാനും ചെയ്തു. പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. ഞാൻ അതിൽ നിന്ന് പിന്തിരിയുമെന്ന് എന്റെ വീട്ടുകാർ വിചാരിച്ചു. അപ്പൊ അന്നിപ്പോ ഒരു 50 രൂപ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കച്ചവടം തുടങ്ങാം. എന്താ കൊയലപ്പവും പുളിയച്ചാറും ശോഭാസ് പോലത്തെ ഒരുപാട് ഒരു കച്ചവടം തുടങ്ങാം, ഒരു 100 രൂപ 50 രൂപ ഉണ്ടെങ്കിൽ. അപ്പൊ എന്റെ വീട്ടുകാർ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. അപ്പൊ എന്റെ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊക്കെ അറിയാം, നോമ്പിനൊക്കെ സക്കാത്ത് കിട്ടും. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ബന്ധുക്കളൊക്കെ വിരുന്ന് വരുന്ന സമയത്ത് നമുക്ക് മിഠായി വാങ്ങിക്കാനായിട്ട് ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപയൊക്കെ തരുന്ന സമയത്ത് നമ്മൾ അത് സേവിങ്സ് ആയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. അപ്പൊ ഞാനും അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് അത് നമ്മൾ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. കാരണം നമ്മളെ സേവിങ്സ് എത്ര കണ്ട് കൂട്ടാനാ നമ്മൾ ശ്രമിക്കാറില്ലേ. അതൊരു ദിവസം പൊട്ടിക്കാന്ന് പറയുമ്പോ ചങ്ക് തകർന്നു പോകും. പക്ഷെ എനിക്ക് ഈ ബിസിനസ് ചെയ്യും, വലിയൊരു കച്ചവടം ചെയ്യും വേണം, വീട്ടുകാരെ ഒരു സപ്പോർട്ടും ഇല്ല. അപ്പൊ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് എന്റെ സേവിങ്സ്, എന്റെ ആ പാത്രം ഞാൻ പൊട്ടിച്ചു. അതിൽ നിന്ന് ചില്ലറ പെറുക്കി എടുത്തിട്ട് ഞാൻ എന്റെ ഫ്രണ്ടായ കച്ചവടം ചെയ്യുന്ന ആളെ കയ്യിൽ കൊടുത്തിട്ടാണ്, എനിക്കൊരു കച്ചവടം തുടങ്ങണം, കുറച്ച് മിഠായി ഒക്കെ ഒന്ന് വാങ്ങി തരുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. അവൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അവന്റെ ഷോപ്പ് അടിക്കൂ, അപ്പൊ കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് തരാന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷായി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഒരു സാരിയൊക്കെ സംഘടിപ്പിച്ച് ഞാനും ഒരു കച്ചവടത്തിന് അങ്ങോട്ട് ഇറങ്ങി. വീട്ടിലുള്ള പഴയ ബെഞ്ചൊക്കെ പിടിച്ചിട്ട് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സാധനങ്ങളൊക്കെ കിട്ടി. ഞാനും ഈ ഭരണികളൊക്കെ, അപ്പൊ എന്റെ അമ്മോന്റെ വൈഫ്, അമ്മായി ചെറിയ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. വീട്ടിലുള്ള ഒഴിഞ്ഞ ഭരണികളൊക്കെ തന്നു. സാരി കെട്ടാനും കമ്പ് കുത്താനും എല്ലാം എന്നെ സഹായിച്ചു. ഞാൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് കച്ചവടം തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ചുറ്റുമതിലുണ്ട്, അതിനകത്താണ് ഞാൻ. എന്റെ എന്താ ശല്യം കാരണം അവരൊന്നും പറഞ്ഞില്ല. അവര് വിചാരിച്ചെന്താ, ഈ വാങ്ങി വെച്ചതൊക്കെ തീരുമ്പോ എന്റെ ആ ഒരു ചൂടങ്ങ് മാറിക്കിട്ടല്ലോ എന്ന് കരുതിയിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തത് മാത്രമല്ല, എന്റെ ഒരു ഭാഗ്യം കൊണ്ട് എന്റെ അമ്മായി ഗർഭിണിയായിരുന്നു. പിന്നെ എന്റെ അമ്മേന്റെ അനിയത്തി പഠിപ്പ് നിർത്തി വീട്ടിലുണ്ട്, കല്യാണാലോചന വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ കൂട്ടുകുടുംബാണ്. ഞാൻ ഈ മിഠായി ഒക്കെ കൊണ്ടുവച്ച സമയത്ത് ഇവർക്ക് എന്നത് വേണം.
ഇവർ ഓരോരുത്തർ ഉദ്ഘാടനം കഴിക്കാനായിട്ട് ഓരോരോ മിഠായി എടുക്കുന്നു. കൊയിലപ്പം വേണം, ഉമ്മാമുണ്ട്, ഉമ്മാമക്ക് തേമുട്ടായി വേണം, പല്ലിന് പദമുള്ളത്. അങ്ങനെ ഇവർക്ക് നൊസ്റ്റാൾജിയ, ഇവർക്ക് ആ പഴയ ഒരു കുട്ടിക്കാല ഓർമ്മ ഇവര് വന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പൊ തന്നെ എന്റെ എല്ലാ മിഠായും തീർന്നു. ഞാൻ വീണ്ടും എന്റെ ഫ്രണ്ടിനെ സമീപിച്ചു. എടാ മിഠായി ഒക്കെ തീർന്നു പോയല്ലോ, എനിക്ക് വെന്യും വേണം. അപ്പൊ അവന്റെ അതിട്ട് തീർന്നിട്ടുമില്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, നാളെയാണ് ഞാനിനി പോകുള്ളൂ സാധനം എടുക്കാനായിട്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്നോ. അപ്പൊ നിനക്ക് ഞാൻ എവിടുന്നാണ്, എങ്ങനെയാണ്, എങ്ങനെ വാങ്ങിക്കണം അതെല്ലാം ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും മദ്രസ കഴിഞ്ഞിട്ട് ടൗണിലേക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു വീണ്ടും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ ഒരു ബിസിനസ്സുമായിട്ട് എന്റെ ഒരു പഴയ കാലഘട്ടവുമായിട്ട് വല്ലാത്തൊരു മാച്ചിങ് ഉണ്ട് അല്ലെ. എന്റെ ഫ്രണ്ട് ഇപ്പൊ എന്റെ ലീഡറാണ്. എന്റെ ലീഡറെ അടുത്ത് ഞാൻ പൈസ കൊടുക്കുന്നു, അദ്ദേഹം ആദ്യം എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നു, പിന്നെ അദ്ദേഹം എന്നെയും കൂട്ടി പിക്കപ്പ് സെന്റർ കാണിച്ചു തരുന്നു, എവിടുന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് കാണിച്ചു തരുന്നു അല്ലെ. അതാണ് നേരത്തെ നടന്നിട്ടുള്ള സംഭവം. ആ ഒരു എന്റെ കുട്ടിക്കാലത്തെ ആ ഒരു എക്സ്പീരിയൻസും ഇന്നത്തെ എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് വല്ലാത്തൊരു മാച്ചിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയങ്ങളോട് സംസാരിച്ചത്. അപ്പൊ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും മിഠായി എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറഞ്ഞു, അതിനിപ്പോ നടക്കൂല, നീ സ്വന്തമായിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ. പക്ഷെ ഇവർക്ക് ആൺകുട്ടികൾക്ക് സൈക്കിൾ ഉണ്ട്. അപ്പൊ ആ സൈക്കിളിൽ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ടൗണിൽ പോവുക, അതെടുത്ത് വരിക റിസ്ക് ആണ്. പിന്നെ അന്നൊന്നും നമ്മൾ ഓട്ടോ വിളിക്കാനൊന്നും അത്രയും ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മൾ സ്കൂള് വിട്ട് വരുമ്പോഴോ മദ്രസ വിട്ട് വരുമ്പോഴോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ലേറ്റ് ആയാലും നമുക്ക് വീട്ടുകാർക്ക് ഒരു ടെൻഷൻ ഇല്ലാത്ത കാലമായിരുന്നു. ഇന്ന് എന്റെ മക്കൾ 1/2 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാല് എന്റെ ഹാർട്ട് ബീറ്റ് കൂടും, ഖത്തറിൽ ഇരിക്കുന്ന എന്റെ ഭർത്താവിന്റെ ഹാർട്ട് ബീറ്റും കൂടും. ഞങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നിട്ട് ഇന്നത്തെ നമ്മളെ ആ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ അന്ന് ഞാൻ മദ്രസ വിട്ട് ടൗണിൽ പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതുപോലെ ഞങ്ങൾ രാത്രിയിൽ മദ്രസയിൽ പോകുന്നു, കളിക്കുന്നു, സംസാരിക്കുന്ന ലേറ്റ് ആയിട്ട് വീട്ടിൽ വന്നാലും ഫാമിലിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഇല്ലായിരുന്നു. രണ്ടാമത്തെ എന്റെ ആഗ്രഹമാണ് ഞാൻ പറയാൻ പോകുന്നത്. കച്ചവടം എന്നുള്ള ഒരു എന്റെ ആഗ്രഹം സാധിച്ചു. അപ്പൊ ഇനി രണ്ടാമത്തെ ആഗ്രഹം സൈക്കിൾ പഠിക്കണം എന്നായിരുന്നു. അപ്പൊ ഞാൻ സൈക്കിൾ പഠിക്കണം എന്ന് വീട്ടിൽ പറഞ്ഞു. ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ടൗണിലൊക്കെ പോകാൻ പറ്റും, സൈക്കിൾ ഉണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ പഠിക്കണം. അപ്പോഴും എന്റെ വീട്ടുകാർ പറഞ്ഞു, ഇത് ആൺകുട്ടികൾക്ക് പറഞ്ഞ പണിയാ, സൈക്കിൾ പഠിക്കാലോ ഒക്കെ, ഇതൊന്നും പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല. അപ്പൊ എന്നെ അവര് സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ടാണ്. നമ്മൾ എന്താഗ്രഹിച്ചു അതിനൊക്കെ അവര് കൂടെ നിന്നിട്ടുണ്ട് അല്ലേ. ഞാൻ കച്ചവടം തുടങ്ങാൻ പറഞ്ഞപ്പോഴും സൈക്കിൾ പഠിക്കാൻ പറഞ്ഞപ്പോഴും അതെല്ലാം ആൺകുട്ടികളെ പണിയാണ്, ഇതൊന്നും പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു റിജക്ട് ചെയ്തു. അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയ സമയത്ത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതായാലും കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നുണ്ട്, അക്കൂട്ടത്തില് PSC കോച്ചിങ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു എക്സ്പെൻസ് ആവണ്ട, ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ടാണ്, ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു PSC ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത് എന്നോട് പറഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷമായി. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരണം എന്നുള്ളൊരു ആളുടെ കയ്യിലെത്തി. അത് തന്നെയാണ് എന്റെ ഭാഗ്യം. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോ അതപ്പോ ആ സമയത്ത് തന്നെ നീ PSC കോച്ചിങ് കൂടി ചെയ്തോന്ന് പറഞ്ഞു. കോച്ചിങ്ങും കൂടി പോയി. പിന്നെ ഞാൻ എന്റെ ഒരു ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് 2 വീലർ പഠിക്കണമെന്നുണ്ട്. അപ്പൊ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ഞാൻ പറഞ്ഞാലും അത് ഒരിക്കലും റിജക്ട് ചെയ്യില്ല. നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നാളെ തൊട്ട് പോയിക്കോ, 2 വീലർ ആക്കണ്ട, 4 വീലർ തന്നെ എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ എവിടെ വളർന്നു ജനിച്ചു എന്നുള്ളതല്ല, എവിടെ വളർന്നു എന്നതിനാണ് പ്രസക്തി. അപ്പൊ അദ്ദേഹം എന്നെ എല്ലാ മേഖലയിലും സപ്പോർട്ട് ചെയ്തു. ഇപ്പം കഴിഞ്ഞ അദ്ദേഹം പോകുന്നതിന്റെ ഒരു ജസ്റ്റ് ഒരു 6 മാസം മുന്നേ ഞങ്ങളെ അത്തോളി പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പാട്ട് മത്സരം. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് ഞാൻ പങ്കെടുത്തു. അവിടെ ഞങ്ങള് അത്തോളി പഞ്ചായത്തിലെ കലാതിലകമാകാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം അതൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ എന്താ പറയാ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളോട് എടുത്തു പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു മേഖലയിൽ ഇന്ന് എനിക്ക് 9 മണിയാകുമ്പം കോടഞ്ചേരി പോവാനുണ്ട്. കോടഞ്ചേരി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങണം. ഇന്നലെ ബെന്നി സാറിന്റെ ക്ലാസ് നിങ്ങളെല്ലാരും കേട്ട് കാണും. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കൂല. അപ്പൊ സമയം നമുക്ക് മാറ്റി വെക്കാനും പറ്റൂല. അപ്പൊ സമയം പായാക്കാതെ നമ്മള് പ്രവർത്തിക്കുക എന്നാണ് ഇനിയുള്ള ഒരു നമ്മളെ കൺസെപ്റ്റ്. അപ്പൊ
ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ ഒരു ബിസിനസ്സിൽ കാരണം നിങ്ങൾ ഒരു മണിക്കൂർ വളരെ വിലപ്പെട്ട ഈ ഒരു മണിക്കൂർ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം അല്ലെ. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബെനിഫിറ്റും ഇല്ല, പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് വളരാനുള്ള ഒരു അവസരമാണ് താഹിറ മാഡം അല്ലെങ്കിൽ നിങ്ങളെ ടീം തന്നിട്ടുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിർബന്ധമായിട്ടും ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങൾ താമരശ്ശേരി GTSനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ. മാഷാ അല്ലാഹ്, അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ വരാനും. അതുപോലെ തന്നെ താഹിറ മേഡം, റെജീന മേഡം, അയ്യൂബ് സാറ്, റമീസ് സാറ്, അങ്ങനെ പേരെടുത്ത് പറയുന്ന അവരെ പേരറിയുന്നത് കൊണ്ടാട്ടോ. അവരെല്ലാവരും ഒരു സഹോദര തുല്യരായിട്ട് കാണുന്ന ആളുകളാണ്. അവരോട് സംസാരിക്കുന്നതിലും അവര് ഹഗ് ചെയ്യുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വെറും പണം മാത്രമല്ല, നമുക്ക് പണം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ടുള്ള പലതും ഈ ഒരു ബിസിനസ്സിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിരന്തരം ഈ ബിസിനസ്സിൽ ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. തുടക്കത്തിൽ എന്നെ ലീഡേഴ്സ് നിർബന്ധിച്ചാണ് മീറ്റിങ്ങിന് കൊണ്ടുപോയതെങ്കിൽ, പക്ഷെ ഇന്ന് ഞാൻ സ്വമേധയാണ് മീറ്റിംഗ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രോത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം കാണാനുണ്ട്. പിന്നെ നിങ്ങൾ വീട്ടിലായാലും അല്ലെങ്കിൽ ബിസിനസ്സിന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതൊന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഒരാൾക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യുകയാണെങ്കിലും അതൊന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക എന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു എന്താ പറയാ ടിപ്പായിട്ട് പറയാനുള്ളത്. പിന്നെ മോർണിംഗ് മീറ്റിന്റെ പ്രാധാന്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മോർണിംഗ് മീറ്റ് തന്നെയാണ് എന്നെ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്. നമുക്ക് പല ആളുകളെ ഇപ്പൊ നമ്മളെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് കിച്ചണിൽ ജോലി ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ വന്നതും വിജയിച്ചതും അവരെ എക്സ്പീരിയൻസ്, അവരെന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന്, ബെഡ്റൂമിലിരുന്ന്, കിച്ചണിലിരുന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഈ മോർണിംഗ് മീറ്റ് ആണ് നമ്മളെ എന്ത് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ മോർണിംഗ് മീറ്റ് നിർബന്ധമായിട്ടും പങ്കെടുക്കുക. ഞാനും തുടക്കത്തിൽ മോർണിംഗ് മീറ്റ് കണ്ടിന്യൂസ്, അതായത് ഉമർ സാറിന്റെ മോർണിംഗ് മീറ്റിലായിരുന്നു കേട്ടോ ഞങ്ങള് നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഞങ്ങള് ഷിഫ്റ്റ് ആയി ഇങ്ങോട്ട് മാറിയത്. അപ്പൊ നേരത്തെ ഉമർ സാറിന്റെ അല്ല അയ്യൂബ് സാറിന്റെ നിങ്ങളെ ടീം നടത്തുന്ന പിന്നെ ആ ഒരു മോർണിംഗ് മീറ്റ് ആയിരുന്നു നമുക്കും ഉണ്ടായിരുന്നത്. അപ്പൊ മോർണിംഗ് മീറ്റിൽ കയറുക, ചെറിയ രീതിയിലുള്ള റിവ്യൂ ഒക്കെ പറയാം. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ ഒരു അറിവിൽ എങ്ങനെ പറയുന്നത്. മോർണിംഗ് മീറ്റ് കയറുക, എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാല് അതിന് റിവ്യൂ പറയാം. പിന്നെ വരുന്നത് പ്രോഡക്റ്റ് സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഞാനിപ്പോ പിന്നെ ഇതിൽ ആരും എനിക്ക് പരിചയമില്ല. ഞാനിപ്പോ ഒരു കട നടത്തുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങള് കുമുളിൽ കട ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരാള് ഒരു 10 കിലോ പഞ്ചസാര ചോദിച്ചു വന്നു കഴിഞ്ഞാല് എനിക്കത് കൊടുക്കാൻ പ്രോഡക്റ്റ് ഉണ്ട്, എന്റെ കയ്യിൽ പഞ്ചസാര ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ അയാൾ വന്ന സമയത്ത് എന്റെ കയ്യിൽ 2 കിലോ പഞ്ചസാരയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും, ഞാൻ ഉള്ളിയേരി പോയിട്ട് അല്ലെങ്കിൽ കൊയിലാണ്ടി പോയിട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിൽക്കുവോ അല്ലെങ്കിൽ അത് കിട്ടുന്ന എടുത്ത് പോയിട്ട് വാങ്ങുമോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യേ. നിൽക്കൂലല്ലേ? ആവശ്യക്കാരനാണെങ്കിൽ അദ്ദേഹം അടുത്തുള്ള എവിടെയാണോ അത് കിട്ടുന്നത് അവിടെ പോയിട്ട് വാങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അത്യാവശ്യം പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരാളോട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഫയലിൽ ഇന്ന പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറയുന്നതാണോ നല്ലത്, അതല്ല ഓൺ ദ സ്പോട്ടിൽ ആ പ്രോഡക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കച്ചവടം അവിടെ നടക്കും. അതല്ല ഞാൻ പിന്നെ എത്തിച്ചു തരാന്ന് പറയുന്ന സമയത്ത് ആ കച്ചവടം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞു ഒഴിവാകും. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി വീട്ടിൽ അല്ലെങ്കിൽ അയാളെ കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ഇപ്പൊ എനിക്ക് വേണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഞാൻ മറ്റേ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട്, കച്ചവടം പോയില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാവരുടെ കയ്യിലും സ്റ്റോക്ക് വേണം. ഇപ്പൊ പ്രോഡക്റ്റ് ആവശ്യപ്പെടുമ്പോ നിങ്ങളെ കയ്യിൽ ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ ഇല്ല എന്ന് ഒരിക്കലും പറയരുത്.
ഞാൻ എത്തിച്ചു തരാന്നേ പറയാവൂ. നിങ്ങളൊക്കെ എന്നെക്കാളും ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാണ്. പിന്നെ റീറ്റെയിലിംഗ് നിർബന്ധമായിട്ട് നമ്മൾ റീറ്റെയിൽ ചെയ്തേ പറ്റും. ഏത് റാങ്കിൽ എത്തിയാലും ഇപ്പൊ അറിയാം, ഉമ്മർ സാറ് കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട് NTC എത്തിയിട്ടും റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഈ റീറ്റെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെ കണ്ടാലും നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊടുത്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോവാനും ഈ ബിസിനസ് സംസാരിക്കാനും പറ്റുള്ളൂ. അപ്പൊ മാക്സിമം റീറ്റെയിലിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ വരുന്നത് കോൺഫിഡന്റ്. വളരെ കോൺഫിഡന്റോട് കൂടി വേണം നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ. നിങ്ങൾക്ക് ഈ പേസ്റ്റിനെ പറ്റി മാത്രമേ അറിയൂ. ആ അറിയുന്ന കാര്യം അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിയിട്ട് കോൺഫിഡന്റോട് കൂടി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളിപ്പോ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചൊരു റിസൾട്ട് ഉണ്ടാവല്ലോ, അത് നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോട് വളരെ കോൺഫിഡന്റോട് കൂടി കണ്ണിൽ നോക്കി പറയാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ പിന്നെ വരുന്നത് ചില ആളുകളുണ്ട് പ്രോഡക്റ്റ് ഇത് മൈഗ്രെയിന്റെ തലവേദനയൊക്കെ ഉപയോഗിക്കുക, കുഴപ്പമില്ല, അപ്പൊ അവിടെ ഒരു ഇതില്ല. പക്ഷെ ഞാനിപ്പം കവചപ്രാശം വിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച ഒരു റിസൾട്ട് ഞാൻ പറയും. ഞാൻ ഗ്യാരണ്ടി പറയാം, ഇത് നിങ്ങൾ ഒരു 3 മുതൽ 6 മാസം വരെ കഴിച്ചോ, ശ്വാസം മുട്ട് അലർജി പ്രശ്നങ്ങൾക്കൊക്കെ റിസൾട്ടാണ്. അത് ഞാൻ കൊടുക്കുന്ന കോൺഫിഡന്റാ. അപ്പൊ അവർക്ക് അത് വാങ്ങണമെന്ന് തോന്നും. കാരണം നമ്മള് ഡോക്ടേഴ്സ് എഴുതി തരുന്നത് മരുന്നുകളെല്ലാം തന്നെ അവര് കഴിച്ച് റിസൾട്ട് ഉള്ളതല്ല, ആണോ? അല്ലല്ലോ. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, 2,10,000 കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചില ആളുകൾ പറയാം, എന്റെ ടീമിൽ തന്നെ ഞാൻ കേൾക്കുന്നതാണ്, ഈ 17 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്ന സമയത്ത് 2 ലക്ഷത്തിൽ കിട്ടിയ ആളുകളുണ്ട്. അതൊക്കെ പറയുമ്പോൾ ഒരു കോൺഫിഡന്റ് വേണം. നമുക്ക് നാളുകളിൽ കിട്ടും. ഇന്ന് 450 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും നാളെ 2,10 കിട്ടും. അപ്പൊ പറയുന്ന സമയത്ത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പറയുന്ന സമയത്ത് കോൺഫിഡന്റോട് കൂടിയിട്ട് പറയാം. പിന്നെ വരുന്നത് നോ എക്സ്പെക്ടേഷൻ. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന് ഈ ബിസിനസ്സിന് കൊള്ളൂല, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഈ പ്രോഡക്റ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. അത് പറ്റൂല. അതേപോലെ തന്നെ ചില എന്റെ ടീമിലുള്ള ആളുണ്ട്, മോർണിംഗ് മീറ്റിന്റെ ആ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞാല് അപ്പൊ പ്രോഡക്റ്റിനെ കുറിച്ച് അവയർനെസ് ഉള്ള ലീഡറാണ് വരുന്നെങ്കിൽ അവര് ധരിക്കുക എന്താ, നാളെ പ്രോഡക്റ്റ് ട്രെയിനിങ് ആയിരിക്കും. അല്ലെങ്കിൽ പ്ലാൻ പറയുന്ന ആളുകളാണെങ്കിൽ നാളെ പ്ലാൻ പറയുന്ന ലീഡറാണ് വരുന്നത്, അത് പ്ലാൻ പ്രസന്റേഷൻ ആയിരിക്കും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ആരെയും മുൻവിധി, ആരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടതിന് നമ്മൾ മുൻവിധി പാടില്ല ഈ ഒരു ബിസിനസ്സിൽ. പിന്നെ വരുന്നതാണ് കമ്പാരിസൺ. നോ കമ്പാരിസൺ. നമ്മളെ ടീമിനെ, നമ്മളെ ലീഡേഴ്സിനെ, നമ്മളെ കമ്പനിയെ, നമ്മളെ ഫാമിലിയെ, നമ്മളെ മക്കളെ, നമ്മളെ ഹസ്ബൻഡിനെ, അതൊന്നും തന്നെ നമ്മൾ മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം നഷ്ടമാകുന്നല്ലാതെ യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മളാണ് ബെസ്റ്റ്, നമ്മളെ ടീമാണ് ബെസ്റ്റ്, നമ്മളെ കമ്പനിയാണ് ബെസ്റ്റ്, നമ്മളെ പ്രോഡക്റ്റ് ആണ് എന്ന് കരുതി ആർഗ്യുമെന്റിന്, അത് തർക്കത്തിന് പോകുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ബെസ്റ്റ് ആണെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായാൽ മതി. ചില കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യും മറ്റുള്ള കുട്ടികളായിട്ട്. എന്റെ ടീമിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാകുന്നില്ല, മറ്റുള്ള ടീമിൽ നല്ല ഗ്രോത്ത് ഉണ്ട്, അത് നമ്മൾ കമ്പയർ ചെയ്യും. എന്റെ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റുള്ള ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കിയ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വളരെ പെട്ടെന്ന് വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞത് ബിലീഫ്. ഞാൻ നേരത്തെ പറഞ്ഞു കോൺഫിഡന്റിന് കൂടുതൽ ബിലീഫ്, നമുക്ക് നല്ല വിശ്വാസം വേണം. ഇന്ന് നമ്മളിത് ഫുൾ ടൈം കരിയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉള്ളിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ബിസിനസ് ആരോട് പറയാനുള്ളൊരു ചങ്കൂറ്റുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് സ്വയം ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ പോയി ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് പോയി ഒരാളോട് ഈ ബിസിനസ് സംസാരിച്ചു, അങ്ങനെയല്ല. നമ്മളിപ്പോ രാവിലെ ഒരു ജോലിക്ക് ഇറങ്ങിയാൽ എങ്ങനെയാണോ 9 മുതൽ 5 വരെ, 10 മുതൽ 4 വരെ, അങ്ങനെ ആ ഒരു ടൈം ഉണ്ട്. അപ്പൊ അത്ര ഇല്ലെങ്കിലും നിങ്ങൾ സ്ഥിരം ഒരു പ്രോഡക്റ്റ് കൊടുക്കാനോ, സ്ഥിരം മാക്സിമം ഒരു പ്ലാൻ എങ്കിലും ഡെയിലി കൊടുക്കണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഇത് നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മിനിമം
ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്ലാൻ തന്നെങ്കിലും ഡെയിലി കൊടുക്കണം. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 3-4 പേർക്ക് എന്തെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കണം. അപ്പം ഇത് നിങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൺസിസ്റ്റൻസി, ഇതിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആൾക്ക് കൊടുത്തില്ലെങ്കിൽ, ഈ ഒരു ബിസിനസ് ഒരാളോട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് അന്ന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യണം. ഞാനിന്നൊരു പ്രോഡക്റ്റും കൊടുത്തില്ലല്ലോ, ഞാനിന്ന് ആരോടും ബിസിനസ് സംസാരിച്ചില്ലല്ലോ. അപ്പൊ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ അനുഭവപ്പെടണം. അല്ലാതെ ഞാനിന്ന് പോയാലും പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്നിനി വൈകുന്നേരമായി, ഇനി മഴയുണ്ട്, മഴയായി, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. മഴയായാലും വെയിലായാലും നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് 10 പേരെ കണ്ടിരിക്കും. അതുപോലെ തന്നെ എനിക്ക് അനുഭവത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ തുടക്കത്തില് ഈ 1-2 മീറ്റിംഗ് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ ഈ കുറച്ച് പ്രോഡക്റ്റ് ആയിട്ട് എന്റെ പരിചയമുള്ള സ്ഥലത്തേക്ക് പോയ സമയത്ത് 9 വീട്ടിൽ ഞാൻ കയറിയ സമയത്തും ഒരാള് പോലും ഒരു പ്രോഡക്റ്റും വാങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ 10ാമത്തെ വീട്ടില് ഞാൻ പോകാൻ മടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു പോയി. എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുക, പോവുക, ഇനി മതി, സമയം വൈകി, എനിക്ക് പോണം, ഇനി ഇതാരും കേൾക്കുന്നില്ല, വാങ്ങുന്നില്ല എന്നാണ്. പക്ഷെ ഞാൻ അവിടെ നിർത്തി പോകാതെ എന്തോ ഒരു ശക്തി എന്നോട് പറഞ്ഞു, അടുത്ത വീട്ടിലും ഒന്ന് കയറി നോക്കാം. അങ്ങനെ ഞാൻ അവിടെ പോയ സമയത്ത് ഈ 9 വീട്ടിലും എടുത്ത എഫേർട്ടിന്റെ 1% പോലും അവിടെ എടുക്കേണ്ടി വന്നില്ല. നമ്മളെ പ്രോഡക്റ്റ് ഒരു 2000 രൂപേന്റെ പ്രോഡക്റ്റ് അവർ വാങ്ങി. അപ്പൊ നമ്മൾ വിജയിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ്, എന്താ പറയാ, അങ്ങനെ നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട്. അപ്പൊ നമ്മളെ പിന്തിരിക്കാനുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ പല നെഗറ്റീവ്സ് വരും. പക്ഷെ നമുക്ക് വിശ്വാസം വേണം. നാളുകളിൽ അല്ലെങ്കിൽ ഞാൻ ഇതെന്തായാലും സെയിലാക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളിൽ ഒരു എന്താ പറയാ, ഒരു ആഗ്രഹം വേണം. ഇന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് സെയിലാക്കും, ഈ ബിസിനസ് ഞാൻ അവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇറങ്ങണമെന്നാണ് ഞാൻ പറയാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിട്ടുപോകാതെ, ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും കേട്ടോ. പറയാ, ഏതൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ പരിഗണിച്ച് അതൊക്കെ എന്താ പറയാ, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി വന്ന ലീഡേഴ്സാണ് ഇന്ന് വിജയിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സും. അതുകൊണ്ട് ഇതിൽ എന്ത് ബുദ്ധിമുട്ട് വന്നേ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെടുത്ത് വരും. അതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ യു ആർ ബിക്കം എ വിന്നർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാനായിട്ട് ഇതിൽ സാധിക്കും. പിന്നെ നന്ദിയുള്ളവരായിട്ട് മാറുക. നിങ്ങൾക്ക് ഈ ഒരു അവസരം തന്ന ആരാണോ അയാളോട് നന്ദിയുള്ളവരായിട്ട്. നമുക്ക് ഈ ജന്മം തന്ന ആള് നമ്മൾ എപ്പോഴും നന്ദിയോട് ഓർക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് നന്ദിയുള്ള ആളുകളാണ്. അതുപോലെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക്, ഞാനിപ്പോ STC റാങ്കാണ്. ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് STC റാങ്കിൽ എത്തിയല്ല. എന്നെ ഈ ഒരു റാങ്കിൽ എത്താൻ വേണ്ടി എന്റെ ലീഡേഴ്സ്, എന്റെ അസോസിയേറ്റ്, എന്റെ ഫാമിലി കട്ടയ്ക്ക് നിന്നത് കൊണ്ട്. അപ്പം നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിട്ട് മാറുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് നന്ദിയുള്ളവരായിട്ട് മാറുക എന്നുള്ളത്. പക്ഷെ അത് മൈലൈഫ് ചെയ്യുന്ന ആളുകൾക്ക് നന്ദിയുള്ളവരായിരിക്കും. അപ്പൊ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിട്ട് മാറിക്കുക. അപ്പൊ ഹസ്ബൻഡിനോടായാലും വൈഫിനോടായാലും മക്കളോടായാലും പാരന്റ്സിനോടായാലും ലീഡേഴ്സിനോടായാലും അപ്ലൈനോടായിട്ടും നന്ദിയുള്ളവരായിട്ട് മാറുക. അത് നമുക്ക് എന്താ പറയാ, ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഒരു ബെസ്റ്റ് ടൂള് തന്നെയാണ്. എല്ലാവരോടും നന്ദിയുള്ളവരായിട്ട് മാറുക. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും. അപ്പൊ ആ തെറ്റുകൾ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് നമ്മള് വിഷമിച്ചിരിക്കല്ല വേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞ വ്യക്തി നാവിഗേഷനിൽ വരുത്തിയ ഒരു തെറ്റാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ് അദ്ദേഹം പെൻസിൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനും അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മിസ്റ്റേക്കിൽ നമ്മള് കുറ്റബോധം അനുഭവിച്ച് നിൽക്കുകയല്ല വേണ്ടത്. ആ തെറ്റിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് നമ്മള് ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഉറച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ നാളുകളിൽ നമുക്കും വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്.